ഹലോ ഗൈസ്, പ്രൊജക്ട് സീരീസിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രൊജക്റ്റിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ആയ ഒരു സെർവർ ഇൻസ്റ്റാളേഷൻ വാം സെർവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ വാം സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എങ്ങനെ ലോഞ്ച് ചെയ്യുന്നതും phpmyadmin എങ്ങനെ ലോഞ്ച് ചെയ്യുന്നതും കാണിച്ചു തരുന്നതായിരിക്കും. സോ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന പേജിലാണ് നമ്മുടെ പ്രൊജക്ട്സ് എല്ലാം ലിസ്റ്റ് ഔട്ട് ആവുന്നതും. പിന്നെ phpmyadmin എന്ന് പറയുന്ന പേജിലാണ് നമ്മൾ ഡേറ്റാബേസ് ആക്ടിവിറ്റീസ്, ടേബിൾ ക്രിയേഷൻ, ഇൻസേർഷൻ, അതിൻ്റെ രീതിയിലുള്ള ആവശ്യങ്ങളുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ phpmyadmin എന്നുള്ള പേജിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോയിലേക്ക് ഞാൻ കയറാം. സോ ആദ്യമേ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വാം സെർവറാണ്. വാം സെർവറിൻ്റെ ഒരു ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടുന്ന് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ ഫോൾഡറിലേക്ക് വരും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയി കിടക്കുന്നത് നിങ്ങളുടെ ഫോൾഡറിൽ കാണാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ വിൻഡോസ് എക്സ്ട്രാക്ടർ വെച്ച് വിൻഡോസ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡ്രാർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ വിൻഡ്രാറിനകത്ത് പോയിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പം ഒരു ഫോൾഡർ വരും. ഈ ഫോൾഡറിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ കാണാം. സോ ഈ സോഫ്റ്റ്വെയർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാണ്. സോ ഇതിനെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ വരെയുള്ള എല്ലാ സ്റ്റെപ്പും കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം ഒരു അഡ്മിൻ സ്ക്രീൻ വരും. അതിനകത്ത് യെസ് ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ഞാനത് നോക്കാം. ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, അഡ്മിൻ സ്ക്രീൻ വന്നു, പെർമിഷൻ യെസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് വിൻഡോ വരും. സെറ്റപ്പ് വിൻഡോ വന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐക്കൺസ് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുത്തേക്കാം. നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ. സോ ഈ സോഫ്റ്റ്വെയർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യില്ല. ഞാനിവിടെ ക്യാൻസൽ ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ഇത് ലോഞ്ച് ചെയ്യാൻ ചോദിക്കും. ലോഞ്ച് ചെയ്യാൻ ചോദിക്കുമ്പം അത് യെസ് കൊടുക്കുക, ലോഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഞാനിനി ലോഞ്ചിങ് സ്ക്രീൻ തൊട്ട് കാണിച്ചു തരാം. സോ ലോഞ്ചിങ് സ്ക്രീനിനകത്ത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇതുപോലൊരു ഐക്കൺ ഡെസ്ക്ടോപ്പിൽ കാണും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു അഡ്മിൻ സ്ക്രീൻ വരും. അതിൽ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ നമ്മുടെ വാം സെർവർ റൺ ആവും. സോ വാം സെർവർ റൺ ആയിട്ട് നമുക്ക് എവിടെ കാണുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ബോട്ടം റൈറ്റിൽ ഐക്കൺസിന് ഇവിടെ കിടപ്പുണ്ട്. സോ ഇതാണ് വാം സെർവറിൻ്റെ ഐക്കൺ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ്, phpmyadmin, പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ്, PHP, MYSQL, അപ്പാച്ചയുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ ലോക്കൽ ഹോസ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലോക്കൽ ഹോസ്റ്റ് ലോഞ്ച് ആവും. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ, ബ്രൗസറിൽ ഇങ്ങനെ പോവുക, ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് ലോഞ്ച് ചെയ്യാം. കണ്ടോ? സോ ഇതാണ് ലോക്കൽ ഹോസ്റ്റിൻ്റെ ഡീഫാൾട്ട് ഹോം പേജ്. ഓക്കെ, സോ ഈ ഹോം പേജിലാണ് നമ്മുടെ പ്രോജക്ട്സ് എല്ലാം വന്ന് കിടക്കുന്നത്. വേണ്ട, യുവർ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിടുന്ന പ്രോജക്ട്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് റൺ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേരിൽ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. പിന്നുള്ളത് അഡ്മിൻ, phpmyadmin പേജ്. phpmyadmin പേജ് ഇവിടെ ഹോം സ്ക്രീനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ ഐക്കണിൽ, ലോക്കൽ ഹോസ്റ്റിൻ്റെ ഐക്കണിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് phpmyadmin ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് phpmyadmin പേജിലേക്കും പോവാം. സോ phpmyadmin പേജിലാണ് നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. സോ ഡേറ്റാബേസ് ക്രിയേഷൻ, ടേബിൾ ക്രിയേഷനൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. സോ ഇനി ഞാൻ ഒരു സാമ്പിൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് റൺ ചെയ്യുന്നത്. സോ അതിനു മുമ്പേ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഫോൾഡറിനകത്ത് ഒരു പ്രോജക്റ്റ് ഞാൻ കാണിച്ചു തരാം, പെറ്റ് കെയർ എന്നും പറഞ്ഞ്. ഇത് കണ്ടോ? ഞാനപ്പോൾ ആ പെറ്റ് കെയർ എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ പ്രോജക്റ്റ് ലോഞ്ചായി. സോ ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഇതുപോലെ നിങ്ങളും ഹോം പേജ് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഫോൾഡറിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. സോ ഫോൾഡറിലേക്ക് വരുമ്പം നിങ്ങൾ എവിടെയാണോ വാം സെർവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ആ ഡ്രൈവിലേക്ക് പോവുക. ഞാൻ G ഡ്രൈവിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. അതിനകത്ത്
വാമ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ വാമ്പ് സെർവറിനകത്ത് പോവുക. ഇതിനകത്ത് www എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഞാൻ എടുത്ത് കാണിച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇതിനകത്ത് പെറ്റ് കെയർ. സോ നിങ്ങളൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇത് തന്നെ ഒരു സിപ്പ് ആക്കിയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിതെടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സപ്പോസ് ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ്. സോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ടർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പം ഇവിടെ ഫോൾഡർ വരും. പക്ഷേ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേരെന്താണോ അതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഫോൾഡറിൻ്റെ പേരും കൊടുക്കുക. സോ ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് തന്നെ അതിൻ്റെ പേര് കൊടുക്കുക. ഇതാണ് എൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്, എക്സാമ്പിൾ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സാമ്പിൾ ടെംപ്ലേറ്റ് ആണല്ലോ നെറ്റിൽ നിന്ന് എടുക്കുന്നത്. നെറ്റിൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഫ്രീ HTML ടെംപ്ലേറ്റ്സ്. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സിപ്പ് ഫയൽ വരും. സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോൾഡർ കിട്ടും. ഇതിനകത്തായിരിക്കും നമ്മുടെ ടെംപ്ലേറ്റ്സ് കിടക്കുന്നത്. സോ ഫോൾഡറിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതുപോലെ പേജസ് കാണുന്നെങ്കിൽ CSS ഫയൽ, JS, ബ്ലോഗ്, ഇൻഡെക്സ് ഇതുപോലത്തെ ഫയൽസ് ഉള്ള ഈ ഫോൾഡർ ഫുള്ള് ഇതുപോലെ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഏതാണോ, എക്സാമ്പിൾ ആണല്ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് കൊണ്ടിടുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നിലവിൽ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള പേജിൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾ എന്നും പറഞ്ഞൊരു ഫോൾഡർ ഇല്ല. ഓക്കെ, ഞാൻ ഇനി ഇത് റിഫ്രഷ് ചെയ്യാൻ പോവാം. ഇപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നാണ്ടോ, ഇവിടാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടെംപ്ലേറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഫോൾഡറിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എക്സാമ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ പ്രോജക്റ്റ് റൺ ആവും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.